ഏതൊന്നിന്റെ സ്വരം നീ കാതുകൊണ്ട് കേൾക്കുന്നില്ലയോ, ഏതൊന്നാണോ നിന്റെ കാതിന്റെ കേൾവിക്ക് കാരണമായത്, അതിനെ ബ്രഹ്മമെന്നറിഞ്ഞാലും. സഹോദരന്മാരെ, സായിബാബ എന്ന് പറയുന്ന മഹാവ്യക്തിത്വത്തെ, സമൂഹത്തെ സേവിക്കുന്ന മഹാവ്യക്തിത്വത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം കുട്ടിയായിരുന്നു. യൗവനവും വാർദ്ധക്യവും കഴിഞ്ഞ് ഇന്ന് ഷഷ്ടിപൂർത്തി കഴിഞ്ഞു. അദ്ദേഹം 79ാമത്തെ വയസ്സിൽ കഴിഞ്ഞ വർഷം അദ്ദേഹം നടത്തിയൊരു പ്രഭാഷണം എൻ്റെ മനസ്സിൽ മുഴങ്ങി നിൽക്കുന്നുണ്ട്. ആ പ്രഭാഷണം ഇതായിരുന്നു. തുടങ്ങിയത് തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അധിക സമയം നിൽക്കരുത്, അധികം നടക്കരുത് എന്ന ഓർഡറുണ്ട്. എന്റെ ഡോക്ടർമാർ എന്നെ വിലക്കിയിരിക്കുന്നു. എനിക്ക് 79 വയസ്സായി. കാരണം ഞാൻ കഴിഞ്ഞ കുറച്ചു മുമ്പ്, തൊട്ടു മുമ്പ് ബാത്റൂമിൽ പ്രവേശിച്ചപ്പോൾ സ്ലിപ്പ് ചെയ്ത് അവിടെ വീണ് എന്റെ കാലൊടിഞ്ഞു, എന്റെ കാൽത്തുടയുടെ എല്ലൊടിഞ്ഞു. അതുകൊണ്ടൊരു വലിയ മേജർ ഓപ്പറേഷൻ ഞാൻ വിധേയമായി. ആ ഓപ്പറേഷന് വിധേയമായി എനിക്ക് കൂടുതൽ നിൽക്കാൻ വയ്യ, കൂടുതൽ നടക്കാൻ വയ്യ. എങ്കിലും എന്റെ ലക്ഷ്യം മാനവ സേവയാണ്. സഹോദര, വളരെ മൗലികമായി ആലോചിക്കാൻ. നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മൾ ഇകഴ്ത്തുകയോ പുകഴ്ത്തുകയോ വേണ്ട. പക്ഷേ ഇല്ലാത്ത സ്ഥാനം, അർഹതപ്പെടാത്ത സ്ഥാനം, ഉമ്മയല്ലാത്തതിനെ ഉമ്മ എന്ന് വിളിക്കാൻ, അമ്മയല്ലാത്തതിനെ അമ്മ എന്ന് വിളിക്കാൻ നമുക്ക് സാധ്യമല്ല. അതൊരിക്കലും നീതിയല്ല. അമ്മയെ അമ്മ എന്ന് വിളിക്കണം, ഉമ്മയെ ഉമ്മ എന്ന് വിളിക്കണം. ഇസ്ലാമിനൊരു തത്വമുണ്ട്. പ്രവാചകന്റെ ദത്തുപുത്രനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ദത്തുപുത്രൻ താങ്കളുടെ സ്വന്തം പുത്രനല്ല. ദത്തുപുത്രൻ ഒരിക്കലും സ്വന്തം ബീജത്തിൽ പറഞ്ഞ പുത്രനാവില്ല. അതുകൊണ്ട് അത് പറയാൻ പാടില്ല. സഹോദര, നമ്മൾ ആലോചിക്കുക, ബാത്റൂമിലേക്ക് കാലെടുത്തു വെക്കുന്നതിന്റെ തൊട്ടു മുമ്പ്, ഞാൻ ബാത്റൂമിലേക്ക് കാലെടുത്തു വെച്ചാൽ വീണ് എന്റെ കാലൊടിയും എന്ന അടുത്ത സെക്കൻഡിലെ ഭാവി അറിയാൻ സാധിക്കുമായിരുന്നെങ്കിൽ അദ്ദേഹം ബാത്റൂമിലേക്ക് പ്രവേശിക്കുമോ? പവിത്രൻ എന്ന് പറയുന്ന സഹോദരൻ കടാരയുമായി അമൃതപുരിയിൽ ക്യൂ നിൽക്കുന്നു എന്ന് അമ്മ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മെറ്റൽ ഡിറ്റക്ടറും ക്യാമറയും ഫിറ്റ് ചെയ്യാൻ മാത്രം ഒരു രംഗം അവിടെ സൃഷ്ടിക്കപ്പെടുമായിരുന്നോ? സുനാമി ഉണ്ടാകുമെന്ന് ഏതെങ്കിലും തങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ സഹോദര, അവർക്ക് ആർക്കെങ്കിലും അത് പ്രവചിക്കാൻ സാധിക്കുമായിരുന്നില്ലേ? 2004 മാർച്ച് മാസത്തിലെ ഇന്ത്യ ടുഡേ നിങ്ങളൊന്ന് വായിക്കണം. 2004 മാർച്ച് മാസത്തിലെ ഇന്ത്യ ടുഡേ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. ആ രാഷ്ട്രീയ ഭാവിയിൽ ഇന്ത്യയിൽ അറിയപ്പെട്ട ജ്യോത്സ്യന്മാരുടെ പ്രവചനമായിരുന്നു. ആ പ്രവചനത്തിൽ എല്ലാ ജ്യോത്സ്യന്മാരും പറഞ്ഞു, 2006 വരെ ഈ രാജ്യം ഭരിക്കുക അടൽ ബിഹാരി വാജ്പേയി ആയിരിക്കും. ഒരൊറ്റ ജ്യോത്സ്യന്റെ പ്രവചനവും ശരിയായില്ല എന്നുള്ളതാണ് സത്യം. സഹോദരന്മാരെ, മതത്തിന്റെ പേരിൽ നമ്മൾ ചതിക്കപ്പെടും.